ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വെൽക്കം ടു ആനന്ദീസ് കിച്ചൻ. നമ്മളിന്ന് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിട്ടുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് കടലക്കപ്പൊടി, പിന്നെ രണ്ട് പൊട്ടാറ്റോ തൊലി കളഞ്ഞ് വെച്ചിരിക്കുക, കുറച്ച് മല്ലിച്ചപ്പ് വേണം, പൊട്ടാറ്റോ ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചതാണ്, പിന്നെ കുറച്ച് ക്യാരറ്റ്, 4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ 2 മുട്ട വേണം നമുക്ക്. മുട്ട കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. രണ്ട് മുട്ട അതിൻ്റെ എടുത്തിട്ട് ഇത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്താൽ മതി. ഇതിൽ ഒരു 1/2 സ്പൂൺ ചില്ലി പൗഡർ, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഞാൻ ഒരു 1/4 സ്പൂൺ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത്, ഇഞ്ചി, 3 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയ, ഒരു ചെറിയൊരു ക്യാരറ്റ് സ്ക്രേപ്പ് ചെയ്തിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ്. ഇതൊന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് അതിൽ ചേർക്കുക. നന്നായിട്ട് കൈ കൊണ്ട് ഉടയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉടച്ച് ചേർക്കുക, അല്ലെങ്കിൽ സ്ക്രേപ്പ് ചെയ്തിട്ട് അങ്ങനെ ഇടാം. കൈ കൊണ്ട് തന്നെ ഉടച്ച് ചേർക്കാൻ പറ്റും. നന്നായിട്ട് വെന്തതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. എപ്പോൾ ഒരേമാതിരിയുള്ള സ്നാക്സ് വൈകുന്നേരം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല വെറൈറ്റി ആയിട്ട് ഓരോരോ വിധത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. കുട്ടികൾക്കും ഇഷ്ടപ്പെടും, വലിയ ആൾക്കും എല്ലാം വെറൈറ്റി അല്ലേ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ വെറൈറ്റിയാണ് നല്ലത്. പൊട്ടാറ്റോ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 സ്പൂൺ, 3-4 സ്പൂൺ ആവശ്യത്തിന് കടലക്കപ്പൊടി, ഇത് 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പ്, മല്ലിയില മുറിച്ചിട്ട് ചെറുതായി മുറിച്ചിട്ട്, ഇത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് അധികം വെള്ളം ചേർക്കണ്ട. മുട്ടേൻ്റെ നനവ് കൊണ്ട് തന്നെ ഇതെല്ലാം ഇതാവും. ഇതിങ്ങനെ എണ്ണയിലിടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇത് ഒരു ബാഗ്, പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ പാലിൻ്റെ കവറ് വൃത്തിയായി കഴുകിയിട്ട് അതിൽ നിറച്ച് വെച്ചിട്ട് നമുക്കിത് ഈ കൂട്ടെല്ലാം അതിലിട്ട് ആക്കാം. ഞാനിപ്പോൾ ഒരു പാലിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത്. ഈ കൂട്ടൊക്കെ ഇതിൽ ഇട്ട് ഫുള്ളായിട്ട് എടുക്കണ്ട, ഒരു 1/4 ഭാഗം
ഒരു പാൻ ഗ്യാസ് മേലെ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കവറിൽ ഫില്ല് ചെയ്തത് അത് മെല്ലനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നീളമായിട്ട് ഇങ്ങനെ കഷ്ണമായിട്ട് മുറിഞ്ഞ് വരുന്ന മാതിരി ഇങ്ങനെ പാനിലിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതാക്കിയിട്ട് എടുക്കുക. മുട്ടയുള്ളതുകൊണ്ട് വേഗം പൊന്തി വരും. തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഒരു കുറച്ച് ബ്രൗൺ നിറം ആകുന്നവരെ ഇത് ഒന്ന് അപ്പുറം ഇപ്പുറം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. ഇത് നല്ല മണമുണ്ട്, നല്ല രുചിയും ഉണ്ടാവും കഴിക്കാൻ. വൈകുന്നേരത്തെ ചായക്ക് ബെസ്റ്റാണ്. മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട്, മല്ലിയിലെ മണമൊക്കെ ഉണ്ട്. ഇത് അടുത്തതാണ്. ഇത് ഞാൻ ഇവിടെ ബാഗ് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. കട്ട് ചെയ്തിട്ടാണ് ഇത് ഒന്നാമത്തെ നീളത്തിലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം മുട്ടയിട്ടുകൊണ്ട് നന്നായി പൊന്തി വരും. ബാഗിൻ്റെ അറ്റത്ത് കട്ട് ചെയ്തതായത്. കട്ട് ചെയ്തിട്ട് ഇതിലേക്കൂടി ഇങ്ങനെ അമർത്തി പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആവും. ഇതിങ്ങനെ നന്നായി പൊന്തി വരും. ഇത് മുട്ടയുള്ളതുകൊണ്ടാണ് ഇത് നല്ല സോഫ്റ്റായിട്ട് മുരുന്നൊന്നും ഉണ്ടാവില്ല. സോഫ്റ്റായിട്ടുണ്ടാവും, ക്രിസ്പി ഒന്നും ആവില്ല, സോഫ്റ്റായിട്ടുണ്ടാവും. ഇതിങ്ങനെ എളുപ്പത്തിലാവുന്നതാണ്. 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചാൽ കാര്യങ്ങളൊക്കെ വേഗത്തിലാവും. കടലമാവും ഇതുപോലത്തെ ഞാനിപ്പോൾ ഇത് കോരിയെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ കൂട്ടാനൊരു മല്ലിച്ചട്നി, മല്ലി കൊണ്ട് മാത്രം. മല്ലിയിലയും 2 പച്ചമുളക് ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്, രണ്ട് വെളുത്തുള്ളിൻ്റെ അല്ലി. ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുക. നമ്മൾ സ്നാക്ക് റെഡിയായി. അതിനൊരു മല്ലിയില ചമ്മന്തി ആക്കിയിട്ടുണ്ട്. ഈ മല്ലിയില ചമ്മന്തി നല്ല ടേസ്റ്റുള്ളതാണ്, ശരീരത്തിനും നല്ലതാണ് മല്ലിയില. ഇത് ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഇഡ്ഡലിക്ക് സാമ്പാർ തന്നെ വേണമെന്നില്ല. ഈ മല്ലിയില ചമ്മന്തി ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂട്ടി അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. തൊട്ട് കൂട്ടേ വേണ്ടു. ഇത് തന്നെ ഇപ്പം തന്നെ ഇത് തൊട്ട് കൂട്ടിയത് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാണ്. മല്ലിയില ചമ്മന്തി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അനാമൽ ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നവരെ എല്ലാവരും സ്റ്റേ അറ്റ് ഹോം. ബൈ.